ജോർജ് കുര്യൻ പറഞ്ഞതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബജറ്റിൻ്റെ തൊട്ട് തലേ ദിവസമാണ് നമ്മുടെ എക്കണോമിക് അനാലിസിസ് വരുന്നതും അതിൽ എല്ലാ ഇൻഡെക്സുകളിലും കേരളം മുന്നിലാണ്. അപ്പോൾ ബജറ്റിന് കേന്ദ്ര ബജറ്റാകുമ്പോൾ അതിനൊരു ദേശീയ താല്പര്യം ഉണ്ടാവും. അപ്പോൾ രാജ്യത്ത് പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് വകയിരുത്തേണ്ടി വരും. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിന്, ഇപ്പോൾ ഉദാഹരണമായി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ബജറ്റിലൊരു പരാമർശം ഗ്രാമീണ മേഖലയിൽ. കേരളത്തിൽ അതിന് ആവശ്യമില്ല, കാരണം നമ്മുടെ പ്രൈമറി സ്കൂളുകളിൽ വരെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇന്ന് ലഭ്യമാണ്. സ്വാഭാവികം അതിന് കേരളത്തിന് ഫണ്ട് ആവശ്യം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പദ്ധതികൾ വരുമ്പോൾ അതിന് പകരമായി കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പകരം ഫണ്ട് അനുവദിച്ചുകൊണ്ടൊക്കെ ഇത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള പദ്ധതികൾ ഇങ്ങനെയൊന്നും എന്തുകൊണ്ടാണ് വരാത്തത്? അല്ല, അതിനെക്കുറിച്ച് ആലോചിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാൻ ത്രാണിയുള്ള ആളുകൾ മുകളിൽ വേണം. അതായത് ഓരോ സ്റ്റേറ്റിൻ്റെയും ഒരു ഇൻഡെക്സ് എന്താണ്, അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്താണ്, അവർ ഏത് ലെവലിലാണ് എത്തി നിൽക്കുന്നത്, അവർക്കിനി ഫർദറായിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ആലോചിക്കാൻ പാകത്തിനുള്ള എന്താ പറയുക ചിന്താശേഷിയും ഭാവനാശേഷിയുള്ളൊരു ലീഡർഷിപ്പ് വേണം. അങ്ങനെ ഒരു ലീഡർഷിപ്പ് അല്ലല്ലോ നമ്മുടെ മുകളിലിരിക്കുന്നതെന്ന് നമുക്ക് എത്രയോ കാലമായിട്ട് അറിയാം. കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്കറിയാം അവരെന്തിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, പൗരാണിക കാലത്ത് നമുക്കുള്ള മേന്മയെക്കുറിച്ചാണ് അവരിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലെവലിലാണ് അവരുടെ ചിന്താപദ്ധതിയുള്ളത്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് കുറെ കൂടെ മുൻപോട്ട് നോക്കുന്ന ഒരു സൊസൈറ്റിയെ അവർക്ക് കൂടുതൽ മുമ്പോട്ട് നോക്കാൻ പാകത്തിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരിക്കും. അവർക്ക് ആ പ്രശ്നം അവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു പിന്തിരിപ്പൻ ഫിലോസഫിയുടെ കൂടെ ഭാഗമാണ് ഈ പ്രോജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം അവിടെയുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കേരളത്തിൽ ഇപ്പോൾ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അത് കൊടുക്കുമ്പോൾ കേരളത്തിന് വേറൊരു സംഗതിയാണ് വേണ്ടത് എന്ന് ആലോചിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ കാണുന്ന സൊസൈറ്റി വേറെയാണ്, അവരുദ്ദേശിക്കുന്ന വികസനം വേറെയാണ്, അവരുടെ രാഷ്ട്രലക്ഷ്യം വേറെയാണ്, അവർ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രം വേറെയാണ്. അപ്പോൾ അതിന് യോജിക്കാത്ത ഒരു സംഗതിയുള്ളൊരു സ്ഥലത്തോട് അവർക്ക് വിയോജിപ്പുണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അവർക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ കേരളത്തിലിപ്പോൾ ആരോഗ്യ മേഖല എടുത്തു കഴിഞ്ഞാൽ, ആരോഗ്യ മേഖലയിലും ഇപ്പോൾ റൂറൽ ഏരിയയിലെ എല്ലാ പൊതു ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കൊടുക്കും എന്ന് ഈ ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ അത് നേരത്തെ വന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ എന്നുള്ളതല്ല, മിക്കവാറും എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നേരത്തെ വന്നിട്ടുണ്ടാവും. അപ്പോൾ കേരളത്തിന് വേണ്ടത് വേറെ ചില കാര്യങ്ങളാണ് എന്ന് ചിന്തിക്കണമല്ലോ. അങ്ങനെയാണല്ലോ ചിന്തിക്കണം. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. എയിംസ് ഒന്നും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതും വിടുക. നമ്മൾ ഈ പറയുന്ന സംഗതികൾ, ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോ ഒന്നും ആലോചിക്കേണ്ട. നടപ്പാക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ആനുപാതികം കേന്ദ്രം കൊടുക്കേണ്ട പണം കൃത്യമായി കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. കേന്ദ്രത്തിൻ്റെ വിഹിതമായിട്ട് അനുവദിക്കുന്ന പണം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് കൊടുക്കണ്ടേ? അത് കൊടുക്കാതിരിക്കുന്നതിൻ്റെ കണക്കുകൾ എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബജറ്റിൻ്റെ ഡിസ്കഷൻ നടത്തിയപ്പോൾ അതിൽ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കേണ്ട പണത്തിൻ്റെ കേന്ദ്ര വിഹിതത്തെക്കുറിച്ച് എക്സ്പേർട്സ് പറയുണ്ടായി. അതിന് കുടിശ്ശികയായിട്ട് നിൽക്കുന്ന 3500 കോടിയും 4000 കോടിയൊക്കെയാണ്. ഇതുപോലെ ആനുപാതികമായിട്ട് ഓരോ സംഗതികളിലും കേന്ദ്രത്തിൻ്റെ പണം കിട്ടാത്തതിൻ്റെ കണക്ക് ഓരോ സംസ്ഥാനങ്ങളുടെ പക്കലുണ്ട്, കേരളത്തിൻ്റെ പക്കലുണ്ട്. അതെങ്കിലും കൊടുക്കാമല്ലോ. അതുപോലും കൊടുക്കാതിരിക്കെ ഈ കേരളത്തിൻ്റെ ആവശ്യം ഇന്നതായിരിക്കും, അല്ലെങ്കിൽ കേരളം ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് അവരുടെ അടുത്ത ആവശ്യം ഇന്നതായിരിക്കും എന്നൊന്നും ആലോചിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. അവരുടെ ആലോചനകളിൽ അതൊന്നും ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ അതെങ്കിലും പരിഗണിക്കണമല്ലോ. ഇതൊന്നും ആലോചിക്കുന്നില്ല എന്ന് വയ്ക്കുക. നമ്മൾ അങ്ങോട്ട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു, അത് മുഴുവൻ പരിഗണിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. എന്നാൽ അതിലേതെങ്കിലും 1-2 കാര്യങ്ങളെങ്കിലും പരിഗണിക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ ജനാധിപത്യ ബോധമുണ്ടല്ലോ, അല്ലെങ്കിൽ ജനാധിപത്യ രീതി ഉണ്ടല്ലോ, അതുപോലും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കൂടുതലൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.